പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിച്ചത്. യോഹന്നാൻ 5-ാം അധ്യായം 29 വരെയുള്ള വാക്യങ്ങളിൽ യേശു താൻ പിതാവായ ദൈവവുമായി സമനാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. താനും പിതാവും ഒന്നാണ് എന്ന് ഈശോ പ്രഖ്യാപിച്ചു. സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന യഹൂദന്മാരുടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കിടക്ക ചുമന്നുകൊണ്ട് പോയവനെ ചോദ്യം ചെയ്യുമ്പോൾ അവനെ സുഖപ്പെടുത്തിയത് യേശുവാണെന്ന് തിരിച്ചറിയുമ്പോൾ ജെറുസലേമിലെ യഹൂദന്മാരും യേശുവും തമ്മിലുണ്ടായ വിവാദപരമായ ഒരു സംഭാഷണത്തിൻ്റെ ഒടുവിലാണ് യേശു താനും പഴയ നിയമത്തിലെ യഹോവയായ ദൈവവും ഒന്നാണ് എന്ന വിധത്തിൽ പ്രകടമായി സ്പഷ്ടമായി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിതാവ് തന്നോട് സമനാണെന്നും താനും പിതാവ് ഒന്നാണെന്നും പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പിതാവ് ചെയ്യുന്ന അതേ പ്രവൃത്തികൾ പുത്രൻ ചെയ്യുന്നു എന്ന് യേശു അവകാശപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കി, പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്ന് ജീവൻ നൽകുക, ജീവൻ എടുക്കുക, മരിച്ചവരുടെ മേൽ വിധി പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് 29 വരെയുള്ള വാക്യങ്ങൾ യേശു വിവരിക്കുന്നത്. യേശു പറയുകയാണ്, പിതാവ് ജീവൻ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും അവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ വിശദീകരണം നമ്മൾ 27-ാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇങ്ങനെ ഈ ഭാഗം പിതാവും പുത്രനും ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ പിതാവ് ചെയ്യുന്ന ജീവൻ നൽകുക, മരണത്തിലേക്ക് ഒരാളെ വിളിക്കുക, വിധിക്കുക, ഈ പ്രവൃത്തികൾ താനും പിതാവും ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം യേശു തൻ്റെ ആധികാരികതയെ, തനിക്കിതെല്ലാം പറയാൻ അല്ലെങ്കിൽ സാബത്തിനെ പുനർനിർവചിക്കാൻ, റീഡിഫൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ തനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നതിന് കർത്താവ് കുറെ കൂടി കാരണങ്ങളും തെളിവുകളും നിരത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ തുടർന്ന് വായിക്കാൻ പോകുന്നത്. ഇവിടെ 30-ാമത്തെ വാക്യം, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകമാണ്, കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഈ 30-ാമത്തെ വാക്യത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൺക്ലൂഷൻ, ഉപസംഹാരം പറഞ്ഞതിന് ശേഷം ഇനി 31 മുതൽ തുടർന്നുള്ള ഈ അധ്യായത്തിലെ വാക്യങ്ങൾ യേശു തനിക്ക് സാക്ഷ്യമായി ഈ ലോകത്തിലുള്ള ചില ഘടകങ്ങളെ വെളിപ്പെടുത്തുകയാണ്. അതായത് യേശുവിൻ്റെ ആധികാരികതയെ സാക്ഷ്യപ്പെടുത്തുന്നത് ആരൊക്കെയാണ്? 1, 2, 3 എന്നിങ്ങനെ 3 സാക്ഷികളെ, യേശുവിൻ്റെ ക്രെഡിബിലിറ്റിയെ, ഒതൻറ്റിസിറ്റിയെ വിശദീകരിക്കാൻ വേണ്ടി ആ യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്ന സാക്ഷികളെക്കുറിച്ചുള്ള വചനഭാഗമാണ്. സാക്ഷ്യം നൽകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള, സാക്ഷ്യം നൽകുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വചനഭാഗമാണ് 31 മുതലുള്ള വാക്യങ്ങൾ. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 31-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ ഞാൻ പിതാവിൻ്റെ അതേ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അതിനെന്താണ് തെളിവ്? അത് പറയാൻ നിനക്ക് എന്താണ് അവകാശം? അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എന്താണ്? ആരാണ് നിന്നെ സാക്ഷ്യപ്പെടുത്തുക?
അപ്പോൾ അതിന് യേശു നിരത്തുന്ന തെളിവുകളാണ് നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. 31 ഈശോ പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യുന്ന, യേശുവിന് സാക്ഷ്യം നൽകുന്ന ഒന്നാമത്തെ വ്യക്തിയായി യേശു അവതരിപ്പിക്കുന്നത് നമുക്ക് പരിചയമുള്ള സ്നാപക യോഹന്നാൻ എന്ന തൻ്റെ കസിനെയാണ്. അപ്പോൾ യേശു പറയുകയാണ്, എനിക്ക് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്, എന്നെക്കുറിച്ച് വേറൊരാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കണ്ടതാണ്. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വന്നു എന്ന വിധത്തിലുള്ള വചനഭാഗം. 33 വാക്യം യേശു അത് വിശദീകരിക്കുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ സാക്ഷി സ്നാപക യോഹന്നാൻ. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകി. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാനിതെല്ലാം പറയുന്നത്. അതായത് കർത്താവ് പറയുകയാണ്, എനിക്ക് ഒരു മനുഷ്യൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല. ഇവിടെ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം പോലും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തിനാണിത് പറയുന്നത്? ഇത് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ്. അതായത് ഓരോ തെളിവുകളായി തൻ്റെ ദൈവത്വത്തെയും തൻ്റെ ദൈവമാണെന്ന യാഥാർത്ഥ്യത്തെയും വെളിപ്പെടുത്താൻ ഓരോ തെളിവുകളായി മുന്നോട്ട് വെക്കുമ്പോൾ യേശു പറയുകയാണ്, എനിക്കിത് മാനവകുലത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ്. ഞാനിതെല്ലാം പറയുന്നത്. ഇനി യോഹന്നാനെക്കുറിച്ചുള്ള ഈശോയുടെ മനോഹരമായ ചില സാക്ഷ്യപ്പെടുത്തലുകൾ. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. യോഹന്നാനെക്കുറിച്ച് ഈശോ പറയുകയാണ്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. നമുക്കറിയാം, ഈശോ ഇവിടെ വിളക്ക് എന്ന ഒരു ബിംബം, ഒരു ഇമേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിളക്ക് എപ്പോഴും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന, മറനീക്കി കാണിക്കുന്ന യാഥാർത്ഥ്യമാണ് വിളക്ക്. ഒരു വിളക്ക് കത്തിക്കുമ്പോഴാണ് ഒരു മുറിയിലുള്ള വസ്തുക്കൾ വെളിച്ചത്തിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇത്ര നാളും യഹൂദന്മാരുടെ ഇടയിൽ മറഞ്ഞിരുന്ന യഥാർത്ഥ സത്യമായ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ദൈവം കൊളുത്തിയ വിളക്കായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണ് വിളക്ക് എന്ന ഉപമ ഉപയോഗിക്കുന്നത്. അപ്പോൾ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. അല്പസമയത്തേക്ക് യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, പക്ഷെ നിങ്ങൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ യേശു ഇവിടെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, യേശു ഇവിടെ വിവരിക്കുകയാണ് ആരൊക്കെയാണ് എൻ്റെ ആധികാരികതയ്ക്ക്, ഞാനും ദൈവം ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞതിന് എന്താണ് തെളിവ്? എന്നെ സാക്ഷ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് സാക്ഷ്യം നൽകുന്ന യാഥാർത്ഥ്യങ്ങൾ? ഒന്ന്, സ്നാപക യോഹന്നാൻ. അവനൊരു വിളക്കായിരുന്നു. ആ വിളക്ക് നിങ്ങളുടെ മുമ്പിൽ തെളിക്കപ്പെട്ടു. അല്പസമയത്തേക്ക് നിങ്ങൾ അവനെ ശ്രദ്ധിച്ചു, എന്നാൽ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അടുത്തത് കർത്താവ് പറയുകയാണ്, 36 വാക്യം, എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. ഇനി രണ്ടാമത്തെ സാക്ഷ്യം. ഒന്നാമത്തെ സാക്ഷി യോഹന്നാൻ. രണ്ടാമത്തെ സാക്ഷ്യം യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ യേശു പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ, ഇത് യേശുവിൻ്റെ സാക്ഷ്യമാണ്. ഒന്നാമത്തേത് സ്നാപക യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തേത് യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ, ഇത് യേശുവിൻ്റെ ദൈവത്വത്തിന് സാക്ഷ്യം നൽകുന്നവയാണ്. ഇതാണ് ഈശോ പറയുന്നത്. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി മൂന്നാമത് ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ആധികാരികതയെ മനസ്സിലാകണമെങ്കിൽ വേറൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം എന്ന് പറയുന്നത്,
പിതാവ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണത്. അപ്പോൾ അതിനെ ഈശോ വിശദീകരിക്കുന്ന മനോഹരമായൊരു വിധത്തിലാണ്. കർത്താവ് പറയാണ്, എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടില്ല. അപ്പോൾ പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ പിതാവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കണം, പിതാവിൻ്റെ രൂപം നിങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ സ്നാപക യോഹന്നാൻ യഹൂദന്മാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ അടയാളങ്ങൾ മനുഷ്യന് കാണാം. എന്നാൽ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നത്, പിതാവിനെ ആരും കണ്ടിട്ടില്ല, പിതാവിൻ്റെ സ്വരം ആരും കേട്ടിട്ടുമില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ പിതാവ് സാക്ഷ്യപ്പെടുത്തിയത് പക്ഷേ നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ആ സാക്ഷ്യം അതെവിടെയാണ്? അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ. അതാണ് തുടർന്ന് ഈശോ പറയുന്നത്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അവിടുന്ന് അയച്ചവനെ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അടുത്ത വാക്യം ഈശോ പറയുകയാണ്, ബൈബിളിനെ കുറിച്ച് ഈശോയുടെ വായിൽ നിന്ന് വന്ന മനോഹരമായ ഒരു വാചകമാണിത്. വിശുദ്ധ ലിഖിതങ്ങൾ, ഹോളി സ്ക്രിപ്ചർ, വിശുദ്ധ ലിഖിതങ്ങൾ. ഈശോ പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ എന്നാണ്, തിരുവെഴുത്തുകൾ എന്നാണ്. അതായത് ബൈബിളിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈശോയാണ് അതിൻ്റെ ആധികാരികതയെ പറഞ്ഞു തന്ന ഒന്നാമത്തെ ആൾ. ഈശോ പല സന്ദർഭങ്ങളിലും വിശുദ്ധ ലിഖിതങ്ങൾ എന്നാണ് ബൈബിളിനെ പരാമർശിക്കാൻ ഉപയോഗിച്ച പദം. മറ്റൊരിടത്ത് ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ യേശു പഴയ നിയമത്തെ അല്ലെങ്കിൽ ബൈബിളിനെ, യഹൂദൻ്റെ വേദപുസ്തകത്തെ പരാമർശിക്കാൻ ഉപയോഗിച്ച വാക്കാണ് വിശുദ്ധ ലിഖിതങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങളോ, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഈശോ പറയുകയാണ്, അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അപ്പോൾ 3 സാക്ഷ്യങ്ങളായി. അപ്പോൾ ഈ അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ആധികാരികതയെ സംശയിക്കുന്ന വ്യക്തികൾക്ക് ഈശോ മൂന്ന് സാക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തേത് സ്നാപക യോഹന്നാൻ, രണ്ടാമത്തേത് യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ, മൂന്നാമത്തേത് തിരുവചനം, ബൈബിൾ. 40-ാമത്തെ വാക്യം, എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. ഇവിടെ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് പിതാവിനെ നിങ്ങൾ കണ്ടിട്ടില്ല, പിതാവിൻ്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ പിതാവിനെ കാണാനും പിതാവിൻ്റെ സ്വരം കേൾക്കാനും നമുക്ക് വിശുദ്ധ ലിഖിതങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ നൽകപ്പെട്ടിരിക്കുന്നു. പിതാവിനെ കാണാനും പിതാവിനെ കേൾക്കാനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഒരു സാക്ഷ്യമാണ് ബൈബിൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ തിരുവചനത്തിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കളോട് നേരിട്ട് സംസാരിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല തിരുവെഴുത്തുകളെ സമീപിക്കുന്നത്, മറിച്ച് ഓരോ തിരുവചനത്തിലൂടെയും പിതാവ് നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ഈശോ പറയുന്ന വിശുദ്ധ ലിഖിതങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു എന്ന് പറയുമ്പോൾ, സത്യത്തിൽ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ തിരയുന്നത് ഒരുപടി ആശയങ്ങളെ അല്ല, മറിച്ച് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ബൈബിൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയിലാണ്. നമുക്ക് വചന വായനയ്ക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ല ഒരു നിലപാടാണ് നമ്മൾ പഴയ നിയമത്തിലെ ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും അതിനകത്ത് മറഞ്ഞിരിക്കുന്ന യേശുവിനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ വായിച്ചാൽ നമുക്ക് ബൈബിൾ വ്യത്യസ്തമായൊരു വായനാനുഭവം സമ്മാനിക്കും. നമുക്ക് ബൈബിളിൽ നിന്ന് യേശുവിനെ മനസ്സിലാക്കാൻ, യേശു എന്ന വ്യക്തിയെ കാണാൻ. ഇത് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോഴെല്ലാം അപ്പസ്തോലന്മാരുടെ പ്രസംഗത്തിൽ അവർ പഴയ നിയമത്തിൽ ദാവീദ് ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളെയും അപ്പസ്തോലന്മാർ വ്യാഖ്യാനിച്ചത് അത് എങ്ങനെ യേശുവിൽ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു
ഒരു വളരെ വളരെ പ്രസക്തമായ ഉദാഹരണം ഈ ഗാസായിലേക്കുള്ള വഴിയിൽ വെച്ച് ഒരു എത്യോപ്യ രാജ്ഞിയുടെ കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനെ ഫിലിപ്പോസ് കണ്ടുമുട്ടുന്നൊരു ഭാഗമുണ്ട്. അവിടെ ആ ഷണ്ടൻ ആ രഥത്തിനകത്തിരുന്ന് അയാൾ വായിച്ചുകൊണ്ടിരുന്നത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. അപ്പോൾ ഫിലിപ്പോസ് ആ രഥത്തിന് ചേർന്ന് നടക്കാൻ ആത്മാവിൽ പ്രേരണ കിട്ടുമ്പോൾ ഫിലിപ്പോസ് ആ രഥത്തോട് ചേർന്ന് നടക്കുന്നു. എന്നിട്ട് ആ ഷണ്ടനോട് ചോദിക്കുകയാണ്, നീ വായിച്ചത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, ആരെങ്കിലും വിശദീകരിച്ച് തന്നാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ രഥത്തിൽ ആ മനുഷ്യനോടൊപ്പം ഈ ഫിലിപ്പോസ് കയറിയിട്ട് ഫിലിപ്പോസ് അവിടെ വെച്ച് ഈ പഴയ നിയമത്തിലെ ഈ സഹനദാസനെക്കുറിച്ച് യെശയ്യാ 53-ൽ പറയുന്ന ഭാഗം വിശദീകരിച്ച് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അത് ഒടുവിൽ ക്രിസ്തുവിൽ ആ വിശദീകരണം എത്തിച്ചേരുകയാണ്. അത് ബൈബിളിനെ നമ്മൾ സമീപിക്കേണ്ട ഒരു രീതിയെക്കുറിച്ചുള്ള അപ്പസ്തോലികമായ ഒരു ചൂണ്ടിക്കാണിക്കലാണിത്. അതായത് ഞാൻ ആ വാക്യം വായിക്കാം. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ യെശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തന്റെ വായ് തുറന്നില്ല. അപമാനിതനായി അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവന്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്? തന്നെക്കുറിച്ചോ അതോ മറ്റൊരാളെക്കുറിച്ചോ? അപ്പോൾ ഫിലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി. ഇനി അടുത്ത വാക്യം എങ്ങനെയാണ്? ഷണ്ടൻ വായിച്ച് നിർത്തിയ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അതായത് ഈ അപ്പസ്തോലന്മാരെല്ലാം പഴയ നിയമം വായിച്ചിരുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിൽ അവർ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന യേശുവിനെ കണ്ടെത്താൻ വായനക്കാരെ, കേൾവിക്കാരെ സഹായിച്ചു. അപ്പം നമുക്കും ഈ ബൈബിളിലെ പ്രത്യേകിച്ച് പഴയ നിയമം വായിച്ചെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണിത്. പഴയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും നാം വായിക്കേണ്ടത് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന യേശുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ ഇവിടെ പറയുന്നത്, ഈ നിങ്ങൾ വായിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണാനോ കേൾക്കാനോ തയ്യാറല്ലാത്ത വിധത്തിലാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും യേശുവിൻ്റെ ഒരു ആരോപണമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് ഇവിടെ ഈശോ 3 സാക്ഷ്യങ്ങൾ പറയുകയാണ്. 1 സ്നാപകയോഹന്നാൻ, 2 യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ, 3 വിശുദ്ധ ലിഖിതങ്ങൾ. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, എന്നാൽ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, 39-ാമത്തെ വാക്യം, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. അതായത് ഇതെല്ലാം നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണ്, നിങ്ങൾ തയ്യാറല്ല. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്രയും റിലീജിയസ് ആയ ആളുകൾ, ഇത്രയും ഭക്തരായിരുന്ന ആളുകൾ, ഇത്രയും മതവിശ്വാസത്തെ ഗൗരവമായി എടുത്ത ആളുകൾ ജീവനോടെ ദൈവം വന്ന് കൺമുമ്പിൽ നിന്നിട്ടും യേശുവിനെ കാണാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? യേശുവിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ, യേശുവിനെ സ്വീകരിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അപ്പം അതിനുള്ള കാരണങ്ങളാണ് 41 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നത്. അത് നമുക്ക് കുറേ സമയം എടുത്ത് വിശദീകരിക്കേണ്ടതാണ്, എങ്കിലും ഞാനൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോവാണത്. അതായത് എന്തുകൊണ്ടായിരിക്കും എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു? 41 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതായത് യേശു വന്ന് കൺമുമ്പിൽ നിൽക്കുമ്പോഴും അവർ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. നമ്മൾ ഇന്ന് ഈ ഭാഗം, ഈ വിചിന്തനം അവസാനിപ്പിക്കുമ്പോൾ
എനിക്ക് നിങ്ങളെ ധ്യാനപൂർവം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കേണ്ട ഒരു സംഗതി, നമുക്ക് ദൈവത്തെ കാണാനും യേശുവിനെ കാണാനും യേശുവിനെ അനുഭവിക്കാനുമുള്ള സാധ്യതകൾ നമ്മുടെ കൺമുമ്പിൽ തെളിവോടെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും നമ്മൾ യേശുവിനെ പലപ്പോഴും മനസ്സിലാക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറാവാത്തതിന് പ്രധാനമായും യേശു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. ആ ഒരു കാരണം ഇതാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സമ്മതിക്കുന്നില്ല, വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മനസ്സില്ല. യു ലാക്ക് ദ വിൽ ടു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് as he is when he is presented to you as he is. അപ്പോൾ സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മ, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷെ അവർ അവനെ സ്വീകരിച്ചില്ല. They failed to accept him because they did not have the will to accept him. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സില്ലായ്മ, അവർക്ക് അതിനുള്ള കഴിവില്ലായ്മയല്ല, മനസ്സില്ലായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ യേശു ഇനി കുറേ അധികം പാഠങ്ങൾ നൽകി വിശദീകരിക്കുന്നതാണ് താഴോട്ടുള്ള വാക്യങ്ങൾ. അത് നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഇന്ന് കർത്താവ് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് യേശുവിനെ നമ്മുടെ കൺമുമ്പിൽ കാണാതെ പോകാതിരിക്കാൻ, യേശുവിനെ ബൈപ്പാസ് ചെയ്ത് പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.